കേരളം സമഗ്ര മുന്നേറ്റം കൈവരിച്ചത് LDF സർക്കാരുകളുടെ കാലത്താണെന്ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK ജയചന്ദ്രൻ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓക്സിജൻ ദി ലാപ്ടോപ്പ് എക്സ്പെർട്ട്. KSTA ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം കട്ടപ്പന CSI ഗാർഡനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമ്മേളനത്തിന് മുന്നോടിയായി ജില്ലാ പ്രസിഡന്റ് R മനോജ് പതാക ഉയർത്തി. വർഗവികാരം സിന്ദാബാദ്. ഇല്ല മരിക്കില്ല, രക്തസാക്ഷി മരിക്കില്ല. ജീവിക്കുന്നു ഞങ്ങളിലൂടെ പോരാട്ടത്തിൻ പാതകളിൽ ഞങ്ങൾക്കായി മരിച്ചവരെ, രക്തസാക്ഷികളെ. തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു. ഞങ്ങളിലൂടെ ശാശ്വതമാക്കും. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം KK ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മോദി സർക്കാർ ഭരണവീഴ്ച മറയ്ക്കാൻ വർഗീയത പ്രചരിപ്പിച്ച് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു. RSSന്റെ ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാൻ ശ്രമിച്ചു വരുന്നു. കോർപ്പറേറ്റുകളെ സംരക്ഷിച്ച് കർഷകരെയും സാധാരണക്കാരെയും തഴഞ്ഞ് ഭരണം തുടരുന്ന കേന്ദ്രം ജനങ്ങൾക്കിടയിൽ ചേരിതിരിവുണ്ടാക്കി ഭരണം തുടരുന്നു. സാമൂഹികം, പശ്ചാത്തലം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങി എല്ലാ മേഖലകളിലും ലോകോത്തര നിലവാരത്തിൽ രാജ്യത്തിന് മാതൃകയായി കേരളം വളർച്ച കൈവരിച്ചു. ലൈഫ് മിഷൻ, പെൻഷൻ തുടങ്ങി ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം ജനം ഏറ്റെടുത്തുവെന്നും KK ജയചന്ദ്രൻ പറഞ്ഞു. 1600 രൂപ വീതം 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഇന്ത്യയിലുണ്ടോ? ഇല്ല. കേരളം. എന്താ കാരണം? പട്ടിണി കിടക്കുന്നവരുണ്ടാകും. അത്യാവശ്യം നമുക്ക് എല്ലാവരെയും ഇപ്പൊ സമ്പന്നമാക്കാൻ പറ്റൂല. അതിന് കുറച്ച് ഒരുക്കങ്ങൾ വേണം. എല്ലാവർക്കും ഒന്ന് കാലയിൽ നിൽക്കാനാകണമെങ്കിൽ ഒരു ഗവൺമെന്റ് വന്ന് 4-5 വർഷം കൊണ്ട് മാത്രം നടക്കില്ല. അതിനുള്ള സാഹചര്യം ഒരുങ്ങണം. ലക്ഷക്കണക്കിനാണ് കൊടുക്കേണ്ടത്, കോടിക്കണക്കിന് ആളുകൾക്കാണ് കൊടുക്കേണ്ടത്. അതിനുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ട് വരാൻ നമുക്ക് ഏതാനും വർഷങ്ങൾ വേണ്ടി വരും. ആ ഒരുക്കങ്ങളിലാണ് നമ്മുടെ ഗവൺമെന്റ്. അതാണ് ബദൽ. ഇന്ത്യയിൽ മറ്റ് സ്റ്റേറ്റുകളിൽ കൊടുക്കാത്തപ്പോ ഇവിടെ ഇനിയിപ്പോ ഒരു 30,000 വീടുകളിലുള്ളവർക്ക് കൂടി വീടും ഭക്ഷണവുമായി കഴിഞ്ഞാൽ ഈ കേരള സംസ്ഥാനം ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്തതുപോലെ മുഴുവൻ ആളുകൾക്കും ഭക്ഷണം ലഭിക്കുന്ന, വിശപ്പില്ലാതിരിക്കുന്ന ഏക സ്റ്റേറ്റ് ആയിരിക്കും കേരളമെന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റും. അതാണ് കേരളം കേട്ടോ. അതാണ് ബദൽ. അല്ലാതെ അപ്പോ ഇതൊരു 3-4 മാസത്തേക്ക് മുടങ്ങി. 5 മാസം എന്നെ ഓർമ്മ. 5 മാസത്തേക്ക് മുടങ്ങി. എന്തൊരു കണ്ണുനീരായിരുന്നു. തലനും ബലനും കണ്ണുനീരല്ലേ. ഒരാളെ കൊണ്ട് പിച്ചച്ചട്ടി എടുപ്പിക്കുന്നു, പ്രചരണം ഇങ്ങനെ വരുന്നു. ഒട്ടും എഴുത്താണ്, വല്ലാത്ത എഴുത്താണ്. എന്താ കാര്യം അറിയോ? അതിനൊരു ചരിത്രമാണ്. 980-ൽ സഖാവ് നയനാർ 45 രൂപ പെൻഷൻ പ്രഖ്യാപിക്കുന്നു. സാമൂഹ്യക്ഷേമ പെൻഷൻ 81-ലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തോറ്റു.
കരുണാകരൻ അധികാരത്തിൽ വന്ന് 5 വർഷം ഒറ്റ രൂപ പോലും വർദ്ധിപ്പിച്ചില്ല. 45 കഷ്ടിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. 91 തെരഞ്ഞെടുപ്പിൽ 86 തെരഞ്ഞെടുപ്പിൽ നയനാർ വീണ്ടും ജയിച്ചു. 45 100 രൂപയായി വർദ്ധിപ്പിച്ചു. 91 തെരഞ്ഞെടുപ്പിൽ വീണ്ടും നമ്മൾ തോറ്റു. കരുണാകരൻ 5 നയാ പൈസ കൂട്ടി കൊടുത്തു. വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാതെയും പുനരധിവാസത്തിന് ധനസഹായം നൽകാതെയും അവഗണിച്ചു. കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ പാർലമെന്റിൽ സംസാരിക്കാൻ കേരളത്തിൽ നിന്നുള്ള UDF MPമാർ തയ്യാറായില്ല. സാമ്പത്തിക പ്രതിരോധം തീർക്കുന്ന നീക്കങ്ങളെ പ്രതിപക്ഷം പിന്തുണയ്ക്കുകയാണെന്നും KK ജയചന്ദ്രൻ കുറ്റപ്പെടുത്തി. KSTA ജില്ലാ പ്രസിഡന്റ് R മനോജ് അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി K ബദറുന്നിസ, സംഘാടക സമിതി ചെയർമാൻ VR സജി, കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി മാത്യു ജോർജ്, അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി A നജീബ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV ബെന്നി, ജില്ലാ സെക്രട്ടറി MR അനിൽകുമാർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ AM ഷാജഹാൻ, GK ഹരികുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ M രമേശ്, അപർണ നാരായണൻ, KR ഷാജിമോൻ, PM സന്തോഷ്, PR ബിന്ദു, M തങ്കരാജ്, NV ഗിരിജാകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Looking for the latest laptops? Looking for the best offers? Let's go to our expert. Oxygen, the laptop expert.